ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചെടികൾക്കിടാനുള്ളൊരു അടിപൊളി വളമാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. മുട്ടയുടെ തോടും നമ്മൾ ചായ എടുത്തിട്ട് ഒഴിവാക്കി കളയുന്ന ചായപ്പൊടി ഉണ്ടല്ലോ, ചായമട്ട്, അതും കൂടി ഉണക്കി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇത് നമ്മുടെ ചെടികളുടെ ചോട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ. സാധാരണ റോസൊക്കെയാണ് നമ്മൾ ഈ വളം ഉണ്ടാക്കി ഇടാറുള്ളത്. ഇപ്പോൾ ഇതാ എല്ലാ ചെടിയുടെ ചോട്ടിലും ഇടുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം കാവുന്ന് വാങ്ങിയ റോസയാണ്. പൂവൊക്കെ കരിഞ്ഞു തുടങ്ങി, കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ചുവട്ടിലെ കാടൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് 2 സ്പൂൺ വളം ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ റോസയുടെ ചുവട്ടിലും നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാവേ. ഇത് കണ്ടോ, ഒരു കൊലയിൽ എന്തോരം പൂക്കളാണ് ഉണ്ടായേക്കുന്നതെന്ന്. അങ്ങനെ ഒറ്റ പൈസ മുടക്കാതെ വെറുതെ കളയുന്ന നമ്മുടെ മുട്ടത്തോടും ചായമട്ടും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല അടിപൊളി വളം ഉണ്ടാക്കാവേ. എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പഴയ കാലത്തുള്ള നാടൻ റോസയാണ്, പെട്ടെന്ന് പൊഴിഞ്ഞു പോകും. ഇത് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വള്ളിയൂർക്കാവിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് നട്ടതാണ് ഇത്. ഈ റോസും അങ്ങനെ തന്നെയാണ്, ഒരു കൊലയിൽ ഒരുപാട് പൂക്കളുണ്ടാവും. ഇതിന് പിന്നെ എന്തൊക്കെ വളമിട്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഒറ്റ പൂവേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്ന പൂക്കളാണ്. ഈ ഒരു ചെടിയുടെ പേര് എനിക്കറിയില്ല, നല്ല ഭംഗിയുണ്ട്. നമ്മൾ വളമിട്ടിട്ടിപ്പം ഏതാണ്ട് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളമിടുമ്പം ഈ റോസിൽ 1 പൂവോ 2 പൂവെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് എല്ലാ കമ്പിലും പൂക്കൾ ഉണ്ടായിട്ടുണ്ട്, നിറയെ മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ കൊമ്പിലും ഇങ്ങനെ മൊട്ടുണ്ട്. ഇത് ഓരോ പൂവും 2 പൂവൊക്കെ ഒരു കമ്പിൽ ഉണ്ടാവുന്നുള്ളൂ. നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയ റോസിൽ ഇതാ ഒരു കൊല മൊട്ടുണ്ടായിട്ടുണ്ട്. മഞ്ഞ റോസ്, ഇതൊക്കെ ഓരോ കമ്പിലും ഓരോ പൂക്കൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. നമ്മൾ വളമിടുമ്പോൾ ഇതിൽ 1 പൂവേ ഉണ്ടായിരുന്നുള്ളൂ, 2 മൊട്ട്. ഇപ്പോൾ കണ്ടോ, കുറേ കുഞ്ഞ് തളിപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലൊക്കെ മൊട്ടുണ്ടാവും, പൂ വിരിയും.